വാസനെ വായി നോക്കി നിൽക്കാതെ വാടാ. ചാണ്ടിച്ചാ എന്നാടാ പറഞ്ഞോ, നിങ്ങൾ ആരാ കണ്ടേ? ലോനപ്പനാ സാറേ. ഞാനാ. അപ്പൊ ലോനപ്പ പറ, എന്താ കണ്ടേ? അല്ല അത് ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാനല്ലേ ചോദിക്കുന്നേ. ഞാനും ചാണ്ടിച്ചാനോട് മീൻ പിടിക്കാൻ പോയപ്പോ വലയെ കുടുങ്ങി. നിങ്ങൾ രണ്ടുപേരും കൂടെ മീൻ പിടിക്കാൻ പോയി, അപ്പൊ വലയപ്പെട്ടു. എന്നിട്ട് അന്നേരം ഞാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പറ്റാഞ്ഞോണ്ട് ഞാനൂടെ കയറി അങ്ങ് പിടിച്ചു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കേറി പിടിച്ചു. എന്നിട്ട് അല്ല കരയിലോട്ട് കൊണ്ടുവന്നിട്ടു. ഓ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് കൊന്ന് കരയെ കൊണ്ട് ഇട്ടത്. അതെ. എങ്ങനെ? അങ്ങനല്ല. സംഭവം സത്യത്തിൽ ആദ്യം കണ്ടത് ഇവനാ. ആരെ കണ്ടേ? ഇവൻ കണ്ടു, പിന്നെ ഞാൻ കണ്ടു, പിന്നെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കണ്ടു. നമ്മൾ എല്ലാവരും കണ്ടു. അതെ. അപ്പൊ ലോനപ്പ എന്താ കണ്ടത്? സർ, മരിച്ചതാരാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ടൂറിസത്തിന്റെ ഭാഗമായി നടക്കുന്ന പെൺവാണിഭ സംഘങ്ങളുമായി ഈ മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ സർ? സർ പ്ലീസ് സർ, മറുപടി പറയൂ സർ. സർ, ടാർ വീപ്പയ്ക്കകത്ത് കോൺക്രീറ്റ് ഇട്ട നിലയിലായിരുന്നു ബോഡി. ഇവരാണ് ആദ്യം കണ്ടത്. ഫോറൻസിക് ടീം എത്തിയിട്ടുണ്ട്, അവർ പണി തുടങ്ങി കഴിഞ്ഞു. ഓക്കെ. ബോഡിക്ക് 2 മാസത്തെ കൂടുതൽ പഴക്കമുണ്ട് സർ. ഫ്ലഷ് മുഴുവനായിട്ട് അഴുകിപ്പോയിട്ടുണ്ട്. തലയൂട്ടി എടുപ്പലും കമ്പാരിറ്റീവ്ലി സ്മൂത്ത് ആണ്. ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് obturator foramen, triangle shaped, and that is greater sciatic notch. വീതി കൂടിയതും ആഴം കുറഞ്ഞതുമാണ് ഈ ഓപ്പണിംഗ്. ഇത് രണ്ടും സ്ത്രീകളിൽ മാത്രമാണ് കാണുന്നത്, വിച്ച് കൺഫേംസ് കൊല്ലപ്പെട്ടതൊരു സ്ത്രീയാണ്. ഈ അവശിഷ്ടങ്ങൾക്ക് 4 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. മരണം സംഭവിക്കുമ്പോൾ ഒരു 24-25 ഇയേഴ്സ് ഓൾഡ്. തലയോട്ടിയുടെ പുറകിൽ ഒരു പൊട്ടലുണ്ട്, പക്ഷെ അതത്ര ഡീപ്പല്ല. കാലുകൾ രണ്ടും മടക്കി ഇടുപ്പിനോട് ചേർത്ത് കെട്ടി ബാരൽ ഇറക്കി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്, അതും ജീവനോടെ. ഈ കോൺക്രീറ്റ് വായിലും മൂക്കിലൊക്കെ പോയി ബ്രീത്ത് ചെയ്യാൻ പറ്റാതെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സന്തോഷേ, 2018-19 കാലഘട്ടത്തിലെ ഫീമെയിൽ മിസ്സിംഗ് കേസിന്റെ ലിസ്റ്റ് എടുക്കണം. ഏജ് 24-25. ഓക്കെ. ഈ പച്ച കാണുന്നത് അത് പായല് സാർ. അല്ല, ആ ദേഹത്തുണ്ടായിരുന്ന ഡ്രസ്സ് അഴുകി പറ്റി പിടിച്ചിരിക്കുന്നത്. അതൊരു പ്ലാസ്റ്റിക് ബോള്. അല്ല, അതിനകത്ത് എന്തെങ്കിലും കാണും സാർ. We have found 2 different fingerprints, one male and one female. ഒന്ന് മരിച്ചയാള്, ഒന്ന് കൊന്നയാള്. സിമ്പിൾ. അതറിയില്ല. അല്ല, പിന്നെ ഇത് എങ്ങനെ? നിങ്ങളുടെ പോലീസുകാരുടെ പണിയാണ്, ഞങ്ങളുടെ പണിയല്ല, ഡോക്ടർമാരുടെ. അത് ശരിയാ. ഇറ്റ്സ് എ ടേബിൾ ടെന്നീസ് ബോൾ, സിയോം 40+. ഈ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അതെല്ലാവരും കൈ കൊണ്ട് നടക്കുന്ന ഒന്നല്ലല്ലോ. സോ ഇറ്റ്സ് അൺയൂഷ്വൽ ആൻഡ് സ്ട്രേഞ്ച്. മേ ബി എ വൈറ്റൽ പീസ് ടു ദ കേസ്. എന്തൊക്കെയാണ് ശ്രീറാം സാറേ ഇവിടെ നടക്കുന്നത്? ആദ്യം ലോകപ്പിനുള്ളിൽ ഒരുത്തൻ, ആ ചൂടുന്ന് ആറുന്നതിന് മുമ്പ് ഒരുത്തി വീപ്പയ്ക്കുള്ളിൽ. സാറേ, കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാ. മീഡിയ വെറുതെ ഇരിക്കത്തില്ല. എൻ്റെ മണ്ഡലമാ, ഇലക്ഷനാ വരുന്നത്. പ്രതിപക്ഷം ഇരിക്കപ്പോലും തരില്ലെന്നേ. ശശിയേട്ടാ, സാറേ. എന്താണ്? അല്ല, നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സജി വന്ന് നിൽപ്പുണ്ടേ. അയാളുടെ പോയിട്ട് പിന്നെ എങ്ങനെ വരാൻ പറ. അല്ല, പാർട്ടി ഫണ്ട് പിരിക്കണ കാര്യം പറയാനാ. എന്നാ അതുവരെ ഇരിക്കാൻ പറ.
ASP Sairam, Sir. Vipa കൊലക്കേസ്. You are in charge of the investigation. സർ എടോ കാലാവധി തീർന്ന് ഈ മന്ത്രി കസേര ഇറങ്ങുമ്പോൾ അന്തസ്സോടെ തലയുയർത്തി പിടിച്ചിറങ്ങണമെന്നുണ്ട് എനിക്ക്. എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഇലക്ഷന് മുമ്പ് ഈ കേസ് തെളിയിക്കണം. ഏവനെങ്കിലും പിടിച്ചകത്തിടണം. പിടികിട്ടുന്നുണ്ടോ? ഐ ഡു മൈ ലെവൽ ബെസ്റ്റ് സർ. പിന്നെ കണ്ണി കണ്ട ചാനലുകാരുടെ മുമ്പ് വലിയ ഷോ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. ഓക്കെ സർ. എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. സർ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സാർ താൻ എന്തുവാണോ നോക്കുന്നേ? ഒന്നുമില്ല സാർ. ഈ ക്യാമ്പസിലേക്ക് വർക്ക്ഷോപ്പിന് വരാൻ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് ആളും അനക്കവും ഇല്ലാത്ത ഈ പഴയ മോർച്ചറിയാണ്. സത്യത്തിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ. എന്നുള്ള ക്രൗഡ് ഒന്നുമില്ല. വർക്ക്ഷോപ്പിൻ്റെ 7th ഡേ, ലാസ്റ്റ് ഡേ, ഐ എക്സ്പെക്റ്റഡ് മോർ പീപ്പിൾ. സർ, പലരും ഡ്യൂട്ടിയിലാണ്. പേടിച്ചിട്ടാണ് പലരും വരാത്തത്. നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട്. സ്വാമി, ആർ യു ഷുവർ യു വാണ്ട് ടു ഡു ദിസ്? Look, Mr. Poti, I have gone through n number of paranormal investigations and activities. ഈ ആത്മാവിനെ, സ്പിരിറ്റിനെ കാണുക, അന്വേഷിക്കുക, അത് പലപ്പോഴും സക്സസ്ഫുൾ ആവാറില്ല. ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. ബട്ട് ഐ സ്റ്റിൽ കീപ്പ് എക്സ്പ്ലോറിങ്. ഈ ആത്മാവുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഒരു സ്പേസ് ഈ ക്യാമ്പസിലുണ്ട് എങ്കിൽ how can we miss it? Don't worry, Mr. Poti. Trust me. Sir, this is an EMF meter, right? Electromagnetic field detector. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഡിറ്റക്ട് ചെയ്യാം, മെഷർ ചെയ്യാം. ഈ പാരനോമൽ തിയറീസ് പ്രകാരം ആത്മാവിന്, എനർജിക്ക്, വൈബ്രേഷൻസിന് മാഗ്നറ്റിക് ഫീൽഡ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. And it's true. യു സെഡ് ചില ഇൻവെസ്റ്റിഗേഷൻ സക്സസ് ആവും ആൻഡ് സം നോട്ട്. എന്തുകൊണ്ട് എല്ലാം സക്സസ് ആവുന്നില്ല? നമ്മുടെ മനസ്സിനോട് സാമ്യമുള്ള ആത്മാവിന് മാത്രമാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഹൗ ക്യാൻ യു ബി സോ ഷുവർ? എൻ്റെ അനുഭവങ്ങൾ, മൈ എക്സ്പീരിയൻസസ് എന്നെ പഠിപ്പിച്ചതാണ്. ഈ ലോകത്തൊന്നും ഷുവർ അല്ല കീർത്തി, നമ്മുടെ ജീവനടക്കം. ഇനി എനിക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആവണമെന്നില്ല മറ്റൊരാൾക്ക്. അതും മാറാം. Get up. കീർത്തി എഴുന്നേക്ക്. ആ എരണം കെട്ട മോർച്ചറിയിൽ ആ സ്വാമി പരീക്ഷണം നടത്തേ ആത്മാവിനെ പിടിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. അവസാനം അയാൾ മൂപ്പിച്ചപ്പോൾ ചാടിക്കയറി അതിനകത്ത് പോയിട്ട് ആളെ കണ്ടു, നിഴല് കണ്ടു, ബോള് വന്നു. ഞാൻ കണ്ടതാ അരവിന്ദ്. പിന്നെ EMF മീറ്ററിൽ റീഡിങ്ങും കാണിച്ചു. കീർത്തി, മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വന്നാൽ മതി EMF മീറ്ററിൽ റീഡിംഗ് കാണിക്കാൻ. അതിന് ആത്മാവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു മിന്നൽ അടിച്ചാൽ മതി അതിനകത്ത് വേരിയേഷൻ കാണിക്കും. അതിന് ഇന്നലെ മിന്നലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നീ പറയുന്നത് എന്താ അവിടെ ആത്മാവുണ്ടെന്നാണോ? എനിക്കറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങളാണ് വെറുതെ എന്തിനാ ടെൻഷൻ? കീർത്തി, ഈ റിയൽ ഏതാ ഇമാജിനേഷൻ ഏതാന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. കൺഫ്യൂസ്ഡ് മെൻ്റൽ സ്റ്റേറ്റാണ്. സിംറ്റംസ് കണ്ടിട്ട് ഇതൊരു ഡിലൂഷൻ ഡിസോർഡർ ആവാനാണ് സാധ്യത. ഹേയ്, പേടിക്കാനൊന്നുമില്ല. ഈ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റേണ്ടതാണ്. ഐ റെക്കമെൻഡ് ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പ്രകാശ്. അയ്യോ, ആരോ സീരിയസ് ആയെന്ന് തോന്നുന്നു. പോട്ടെ. ഇതൊരു ടാർ ബാരലല്ല, ഇറ്റ്സ് എ ബിറ്റുമെൻ പ്രൈമർ ബാരൽ. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലാണ് ഈ കോമ്പൗണ്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. ഫോർ വാട്ടർ പ്രൂഫിംഗ്, കോൺക്രീറ്റ് പ്രൈമിംഗ് എക്സെട്ര. ഈ ബാരലിൻ്റെ ഔട്ടർ സർഫസിൽ കാണുന്ന മാർക്കിങ്സ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ് ആൻഡ് ദ മാനുഫാക്ചേഴ്സ് നെയിം. അക്വാറ കെമിക്കൽസ്, എ ജാപ്പനീസ് കമ്പനിയെ കോൺടാക്ട് ചെയ്തപ്പോൾ
ഇന്ത്യയിലേക്ക് അയച്ച ബാച്ചാണെന്ന് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആർക്ക്? സീനിയർ മാനേജ്മെന്റ് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ കമ്പനി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യൂ. ഐ എം ഫോളോയിങ് അപ്പ്. സർ, നാഷണൽ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോയുടെ ഡാറ്റ പ്രകാരം 2018 വരെ ഇന്ത്യയിൽ നിന്നും കാണാതായിട്ടുള്ളത് 3 ലക്ഷത്തിലധികം പേരാണ്. അതിൽ 50,000-ഓളം സ്ത്രീകളാണ്. അവരിൽ ഓൾമോസ്റ്റ് 70% 18-നും 30-നും ഇടയിലുള്ളവർ. സർ, ഈ ഡാറ്റ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്താൽ മേ ബി വി ക്യാൻ. സായി, ദിസ് ഇസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇന്ത്യക്ക് അകത്തും പുറത്തുനിന്നും ലക്ഷങ്ങളാണ് ഓരോ വർഷം വന്നു പോകുന്നത്. അതിൽ കൊല്ലപ്പെട്ടത് കേരളത്തിലെ പെൺകുട്ടിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? കഴിയില്ല സാർ. മാത്രമല്ല, ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ മറവിൽ വലിയൊരു സെക്സ് റാക്കറ്റാണ് ഇവിടെ നടക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ പലർക്കും ID കാർഡ് പോലും ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ സെക്സ് റാക്കറ്റ്സിനെതിരെ ഗവൺമെന്റ് ഒന്നും ചെയ്യാറില്ല. മീഡിയ ആണെങ്കിൽ ഒരു അക്ഷരം ഉണ്ടാറില്ല. നമ്മളായിട്ടൊരു ആക്ഷൻ എടുക്കാറുമില്ല. എങ്ങനെ ആക്ഷൻ എടുക്കും സാർ? ടൂറിസത്തിനെ വളരെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. മറ്റധികാരി കൈവച്ചാൽ വരുമാനം കുറയും. അതാണോ സത്യം ഇവിടുത്തെ കൺസേൺ? അല്ല സാർ, പക്ഷെ പറയാനുള്ളത് പറഞ്ഞല്ലേ വെക്കൂ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ. ആ കിട്ടിയ ഫിംഗർ പ്രിന്റ് ആധാറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ചത്തവളയോ കൊന്നവനെയോ ആരെങ്കിലും നമുക്ക് കിട്ടിയാനെ. പക്ഷെ പറ്റില്ലല്ലോ. ആധാർ ആക്ട് എന്തിനാണോ എന്തോ ഇങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റമേ ശരിയല്ല സാർ. ശരിയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് പറയാം. സായി, എന്റെ ഒരു ഒറ്റ ഉറപ്പിന്മേല മിനിസ്ട്രി കേസ് തന്നെ ഏൽപ്പിച്ചത്. ഡോണ്ട് പ്രൂവ് മീ റോങ്. സർ, വി ആർ ഓൺ ദ മൂവ്. പറഞ്ഞ സമയത്തിനുള്ളിൽ ബിഫോർ ദി ഇലക്ഷൻ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കും. യു ഹാവ് മൈ വോട്ട്. അല്ല മാഡം, ഏത് പ്രായത്തിലുള്ള പിള്ളേരെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള നല്ല കിളിന്ത് പിള്ളേരുടെ കയ്യിൽ. റേറ്റൊക്കെ 1 മണിക്കൂറിന് 5000, ഫുൾ നൈറ്റ് പോകുമ്പോൾ 15000, 24 മണിക്കൂറിന് 25,000 രൂപ. കറുത്തതും വെളുത്തതും ഒക്കെ ഉണ്ട് മാഡം. എല്ലാം ചെയ്യുന്നു. മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ആളെ അങ്ങോട്ട് വിടാം. ഓക്കെ മാഡം, ഞാൻ വൈകിട്ട് ആളെ വിടാം. ASP സായിറാം, ക്രൈം ബ്രാഞ്ച്. സർക്കിൾ ഇൻസ്പെക്ടർ സത്യൻ. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ട് സാറേ, TV-യിൽ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, TV-യിൽ. ജാപ്പനീസ് കമ്പനിയായ അക്വാരോ കെമിക്കൽസിൽ നിന്നും 2017 ഡിസംബർ 9-ാം തീയതി ഈ 250 ലിറ്റർ ബിറ്റുമിൻ പ്രൈമർ ബാരൽ ഓർഡർ ചെയ്തത് കെമിസ്ട്രി സൊല്യൂഷൻസ് എന്ന കേരള കമ്പനിയാണ്. 2018 ജനുവരി 15-ാം തീയതി ഇറ്റ് വാസ് ഡെലിവേർഡ് ടു കെമിസ്ട്രി സൊല്യൂഷൻസ് പ്രൊപ്പറേറ്റർ ജയൻ. നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ ജയ. പിന്നെ എന്തിനാ അങ്ങ് ജപ്പാനീന്ന് ഇറക്കിയത്? അയ്യോ, അന്ന് ഈ സാധനമൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല സാറേ. അപ്പൊ ഇത് പുറത്തുനിന്ന് തന്നെ വരുത്തണം. കോൺട്രാക്ടർമാരും പിന്നെ എഞ്ചിനീയർമാരും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരാരെങ്കിലും കടയിൽ നിന്ന് മേടിച്ചായിരിക്കും സാറേ. അപ്പൊ കൊന്നത് നീയല്ല? അയ്യോ സാറേ, അല്ല. ഞാൻ മാനവമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ പെൺവാണിഭ സംഘങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, ഈ TV-യിൽ വാർത്തയിലൊക്കെ വന്നോണ്ട് അങ്ങനെ പറഞ്ഞാണ് സാറേ. ഓ, വാർത്തയെ കാണാറുണ്ടല്ലേ? ലൈറ്റ് ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. അപ്പോൾ ജയ ഓർഡർ ചെയ്ത ഈ ഐറ്റം ജയന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയതാണെങ്കിൽ ആ ബയറുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണം. കടയിൽ നിന്ന് സാധനം മേടിക്കുന്നവരുടെ ലിസ്റ്റൊന്നും നമ്മൾ കയ്യിൽ വെക്കാറില്ല. ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു നീ നോക്കായിരുന്നു. ഇത് 3-4 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ സാറേ തപ്പിയെടുക്കണം നമ്മള്? സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് കോൺട്രാക്ടർമാരെ എഞ്ചിനീയർമാരൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇതുപോലെ സൈറ്റിൽ എത്തിച്ച് കൊടുക്കാറില്ലേ ജയ പതിവ്? അപ്പൊ അവരുടെ ഒക്കെ ഫോൺ നമ്പറും പേരും ജയന്റെ കയ്യിൽ ഉണ്ടാവില്ലേ? 2018 കൃത്യമായിട്ട് ആ വർഷത്തെ കിട്ടുകയാണെങ്കിൽ സന്തോഷം. അവിടെ കടയിൽ വന്ന് മേടിക്കുന്നവരുടെ ഡീറ്റെയിൽ ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു. അതാ 2018 പ്രളയം വന്നോടുകൂടി അതൊക്കെ ഒഴുകിപ്പോയി സാറേ. അയ്യോ പാവാ സാറേ. നമുക്ക് കൊണ്ടുപോയി കെട്ടി തൂക്കിട്ടെ ഈ മറ്റേ കമ്പിപ്പാര കയറ്റിയ മണിമണി പോലെ പറയും സാർ. അയ്യോ സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയാനും പാടില്ല സാറേ. എന്തിനാ സാറേ നമ്മളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ജയ, നിനക്ക് 3 ദിവസം ഉണ്ട് സമയം. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പം നീയേ ഉള്ളൂ. നിനക്ക് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ന്യൂസിലൊക്കെ വരും. മാനവും മര്യാദയും ഒക്കെ പോകും. ഗുഡ് ലക്ക്. ഇത് ചെയ്തത് നീയാണെങ്കിൽ ജയ, നിന്റെ ഈ കെമിസ്ട്രിയിൽ ഞങ്ങൾ കുറച്ച് ഫിസിക്സ് കയറ്റും. അതോടുകൂടി ഈ ബോഡി ബയോളജിക്ക് പോലും വേണ്ടാതായി പോകും. മനസ്സിലായ? ഇവിടെ കേരള പോലീസ് സൂക്ഷിച്ചു.
നീ ഉറങ്ങിയില്ലേ? ഈ അച്ചാറും കടുമാങ്ങി ഒന്നും എടുത്തു വെച്ചില്ലേ നീയെ? അമ്മമ്മ ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നത് സത്യമാണോ? നമുക്ക് അതിനെ കാണാൻ പറ്റുമോ? നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന്? ചോദിച്ചതിന് ഉത്തരം പറ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വല്ല ആത്മാവ് എടുത്തു വന്നോ? മോക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ക്രിയേറ്ററെ നീ കണ്ടിട്ടില്ലല്ലോ, എന്നിട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? അതുപോലെയാ ആത്മാവ്. ഒരു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നത് ശരീരത്തിൽ ആത്മാവ് കയറുമ്പോഴാണ്. മരിക്കാനുള്ള സമയം ആ നിമിഷം തീരുമാനിക്കപ്പെടുന്ന പറയാം. ശരീരത്തിനും ആത്മാവിനും ഒരേ ആയുസ്. അപ്പോൾ ഈ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ശരീരം വളരുന്നതിനോടൊപ്പം ആത്മാവും വളരും. ആയുസ് എത്താതെ ശരീരമില്ലാതായ ആത്മാവ് ഒറ്റയ്ക്കാവും. ഒറ്റയ്ക്കാവുന്ന ആത്മാക്കൾ സമയമാകുന്നത് വരെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എൻ്റെ കുട്ടിയുടെ ആത്മാവും ഇവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ടൈം പേടിക്കാതെ ജസ്റ്റ് ഫേസ് ഇറ്റ്. ആരാ എന്തിനാ മനസ്സിലാക്കാൻ ശ്രമിക്കും. മരിച്ചുപോയവര് ജീവിച്ചിരിക്കുന്നവരെക്കാൾ വിശ്വസിക്കാം. ധൈര്യമായിട്ടിരിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പേടിക്കണ്ട. കഴിഞ്ഞ നിന്റെ സൂക്കേട്? സൂക്കേട് നിന്റെ പോയി കുളിക്കടി, നാറിയിട്ട് വയ്യ.
ഐക്യം വേണം മനുഷ്യന്. ഇപ്പോ കറണ്ട് പോയില്ലേ? കറണ്ട് പോവേ ഇല്ല. ഇവക്ക് ഇതെന്ത് പറ്റി? ഞാൻ റൂം മാറാൻ പോവാ. ഇവിടെ നിന്ന് എനിക്കും കൂടി വട്ടവേ ഉള്ളൂ. Obturator foramen, triangle shape, and that is greater sciatic notch. ഇത് രണ്ടും സ്ത്രീകളിൽ മാത്രമാണ് കാണുന്നത്, which confirms കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണ്. നടക്കുന്നതിന് കുറച്ച് ദിവസം മുൻപാണ് ഞാൻ സാറെ പരിചയപ്പെടുന്നത്. സാറ വാസ് റിയലി സ്പെഷ്യൽ. കോളേജിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പരിചയപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ അടുത്ത ആരാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഞങ്ങൾ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ സാറ്റർഡേ ആയ പേടിയാണ്. രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കയറി വരിക, ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകാൻ. ഈ സാധാരണ റാഗിങ് പോലെ ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പാടിക്കുക, അതൊന്നും ആയിരുന്നില്ല അവരുടെ പരിപാടി. പേടിപ്പിക്കുക. അവർ വരുന്നുണ്ടെന്നറിയുമ്പോൾ സാധാരണ മുറി കയറി വാതിലടച്ചിരിക്കാറാണ് പതിവ്. പക്ഷെ അന്ന് ഞാൻ അവരുടെ കൈപ്പെട്ടു. അളിയ ദാസൻ ചെക്കന് കാര്യം പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ അരവിന്ദേ, നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നറിയോ? എങ്ങോട്ടാ? ഓൾഡ് മോർച്ചറി. ആ, ഓൾഡ് മോർച്ചറി. പണ്ടി ആർക്കും വേണ്ടാത്ത ശവങ്ങളെ കൊണ്ട് തള്ളിയിരുന്ന സ്ഥലമാണ് അവിടെ. ആത്മഹത്യ ചെയ്തവര്, കൊലയപ്പെട്ടവര്, അങ്ങനെ പലരും. ഒരിക്കൽ നിന്നെപ്പോലെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് രാത്രി ആ വഴി പോയപ്പോൾ മോർച്ചറിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആരാന്നറിയാൻ വേണ്ടി ആ ചെറുക്കൻ അങ്ങോട്ട് ഓടിക്കേറിയപ്പോൾ ആരെയും കണ്ടില്ല. തിരിച്ചിറങ്ങാൻ വേണ്ടി മോർച്ചറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാനും പറ്റിയില്ല.